സാറോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പം എനിക്ക് സഹിച്ചില്ല. എന്നാലും തല്ലാൻ പാടുണ്ടോ? പാടില്ല, എനിക്ക് തെറ്റ് പറ്റിയതാ. പക്ഷേ അതിന് പാർവതി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇറങ്ങിയപ്പോൾ പാർവതിയോട് എല്ലാവരും പറഞ്ഞതാ പോകരുതെന്ന്. കേട്ടില്ല. പാർവതി പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് സാറേ. ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ച് പിറ്റേന്ന് തന്നെ തിരിച്ചു വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേ. വരാതായപ്പോൾ പേടിയായി എനിക്ക്. തല്ലിയതിന് ഞാൻ അവളോട് മാപ്പി വയ്ക്കാൻ തയ്യാറാ സാറേ. അതിനവൾ തിരിച്ചു വരണ്ടേ? എന്ത് സംഭവിച്ചാണെന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? അറിയില്ല സാറേ. കഷ്ടകാലമാ എനിക്കും എൻ്റെ കുടുംബത്തിനും. കുറച്ചു നാൾ മുമ്പാ എൻ്റെ മോൻ മരിച്ചത്. ഈയിടെ മകളും. അറിയാം, നിത്യല്ലേ? അതെ. ആരോ ഞങ്ങളെ തകർക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. ആ ആളുടെ കൈ ഈ കാണാതായതിൻ്റെ പിന്നിലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. തെളിവൊന്നുമില്ല. അതില്ലാതെ ഒന്നും പറയാൻ പാടില്ലെന്നാണല്ലോ. എനിക്കെൻ്റെ ഭാര്യയെ തിരിച്ചു വേണം സാർ. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് തരണം. തൽക്കാലം ഞാനിപ്പോൾ ഇയാളെ വിടുന്നു. ആവശ്യമുള്ളപ്പോൾ വിളിപ്പിക്കും. വന്നേക്കണം. അന്വേഷിക്കുന്നുണ്ട്. ഉടനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പൊന്നുമണിയൊന്നും പറഞ്ഞില്ല. ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടത്തില് മകളായ എന്നെ ഉപേക്ഷിച്ച് ഒളിച്ചോടിപ്പോയ ആളാ എന്റെ അച്ഛൻ. തണുക്കുമ്പോഴാ പുതപ്പ് വേണ്ടത്, അല്ലാതെ എപ്പോഴെങ്കിലും അല്ല. പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതല്ലോ, കണ്ടെത്തിക്കൊണ്ടുവരുന്നതല്ലേ. എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ പറയരുത് പൊന്നുമണി. പിന്നെ എങ്ങനെ പറയണം? എന്റെ അഭിപ്രായമല്ലേ ചോദിച്ചത്, അതാ ഞാൻ പറഞ്ഞത്. പൊന്നുമണി എതിർത്താലും അദ്ദേഹത്തിന് വേണമെങ്കിൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കോ. ഞാൻ പറഞ്ഞോ വേണ്ടാന്ന്? അച്ഛൻ വന്നാലും അപ്പൂപ്പൻ വന്നാലും എന്റെ തീരുമാനം മാറാൻ പോകുന്നില്ല. പൊന്നുമണി കാണിക്കുന്നത് ശുദ്ധ വിവരക്കേടാ, അത് മറക്കരുത്. ആണോ? ശരവണനൊപ്പം ജീവിക്കുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? എങ്കിൽ ശരി, എന്താ ശരിയെന്ന് പറ. അത് പഠിപ്പിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ളവളാണല്ലോ നിങ്ങള്. വിശാല്, അത് കഴിഞ്ഞ് നിരഞ്ജൻ. നിങ്ങൾ തന്നെ അതിന് യോഗ്യ. എന്താടി എനിക്കൊരു കുറവ്? ജീവിതത്തിൽ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് ഞാൻ തിരുത്തുകയും ചെയ്തു. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടൊന്നുമില്ലല്ലോ. എല്ലാവർക്കും എല്ലാം അറിയാം. ആരോടും ഞാനൊന്നും മറച്ചു വെച്ചിട്ടുമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ എന്നെ ഉപദേശിക്കാനുള്ള അർഹത നിങ്ങൾക്കില്ല. ഉണ്ടെന്ന് നിങ്ങൾ എത്ര അവകാശപ്പെട്ടാലും ഞാനത് വകവെച്ച് തരാനും പോകുന്നില്ല. വേണ്ട, നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണമല്ലോ എനിക്ക്. അമ്മയാ പറഞ്ഞത് നിന്റെ അച്ഛനെ അന്വേഷിക്കുന്നതിന് മുൻപ് നിന്നോട് കൂടി ഒന്ന് ആലോചിക്കണമെന്ന്. ആലോചിച്ചു, നിനക്കിഷ്ടമില്ലെന്ന് മനസ്സിലായി. ഇനി തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് പോലെ ഇനി കാര്യങ്ങൾ നടക്കൂ. അദ്ദേഹത്തിന്റെ തീരുമാനം അത് എന്ത് തന്നെയായാലും ഞങ്ങളത് നടത്തും. നിനക്കത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും.
ഇത് ഞാൻ പ്രതീക്ഷിച്ച. അവള് സമ്മതിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട മോളെ, പിന്നെ അത് വേറൊരു വഴക്കാവും. എന്തിനാ അമ്മേ നമ്മൾ അവളെ പേടിക്കുന്നേ? അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യുന്നേ. അതവൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതാണ് നല്ലതെങ്കിൽ അങ്ങനെ ചെയ്തോ. നിന്റെ അഭിപ്രായം എന്താ മോനെ? എന്തുകൊണ്ടായിരിക്കും അവള് നമ്മുടെ നീക്കത്തെ എതിർക്കുന്നതെന്നറിയോ? ഇല്ല. അച്ഛൻ ഒളിച്ചോടി പോയതാണെന്ന വിവരം 4 ആൾ അറിയൂ എന്നതുകൊണ്ടാ. പത്രപരസ്യം, പോലീസ്, അങ്ങനെയുള്ള വഴികളൊക്കെ നമ്മൾ തേടുമെന്ന് അവൾക്ക് മനസ്സിലായി കാണും. അതിന്റെ നാണക്കേട് ഓർത്തിട്ടാ അവള് വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയൊന്നും ചെയ്യാതെ ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. കണ്ടുപിടിക്കാം. പോലീസും വേണ്ട, പത്രപരസ്യവും വേണ്ട, അല്ലാതെ മാർഗങ്ങളുണ്ട്. അതേതാ അങ്ങനൊരു മാർഗം? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറെ പ്രൈവറ്റ് ഏജൻസികളുണ്ട്. അവരിൽ ആരെയെങ്കിലും സമീപിക്കാം. അതാവുമ്പോ ഇരു ചെവി അറിയാതെ കാര്യം നടക്കും. അപ്പോ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു അമ്മാവനെ. അതെ, ഇത്രയും കാലം ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് അമ്മാവ് മാറിയൊന്നില്ലേ? ഇനി തിരിച്ചു വരട്ടെ, മകളെ നേർവഴിക്ക് നയിക്കട്ടെ. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്നുവെന്ന വിവരം തൽക്കാലം പൊന്നുമണി അറിയണ്ട. ഒരു ദിവസം അപ്രതീക്ഷിതമായി അവളുടെ മുന്നിൽ അമ്മാവൻ വരണം. അത് കണ്ട് അവൾ ഞെട്ടണം. എന്താമ്മേ, അങ്ങനെ ചെയ്തൂടെ? ചെയ്യാം. അച്ഛനോളം വരില്ല അച്ഛൻ പെങ്ങള്. അതുകൊണ്ട് ശങ്കരേട്ടൻ വരുന്നത് തന്നെയാ നല്ലത്. എത്രയും പെട്ടെന്ന് അമ്മാവനെ കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അന്വേഷിച്ചാൽ കിട്ടാത്തതായി എന്താ ഉള്ളത്? അമ്മാവനെ നമുക്ക് കിട്ടിയിരിക്കും. ഓ, ഒരു ഏലും ചേലും ഇല്ലാതെ വലിച്ചു വാരി ഇട്ടേക്കുന്ന നോക്ക്. ഇവക്ക് ഇതൊക്കെ ഒന്ന് മര്യാദ കിട്ടാലെന്താ കുഴപ്പം? ഒരു വൃത്തിയും വീറും ഇല്ലാത്ത പെണ്ണ. അവിടെ മേശ കിടക്കുന്ന കണ്ടില്ലേ? വക്കീലാണ് പോലും, വക്കീല്. ഇവക്ക് ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചുകൂടി. അതെങ്ങനെയാ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.